ഇത് നമ്മുടെ സൂര്യനെല്ലി ടൗണാണ്. അപ്പോൾ ഈ സൂര്യനെല്ലി ടൗണിൽ നിന്നും എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കുളക്കമലയ്ക്ക് പോകാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നേരെ പോവുക. ഇതിന് തൊട്ടടുത്ത് തന്നെ DTPCൻ്റെ ഓഫീസുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഒരു സഫാരിക്ക് വേണ്ടി 3000 രൂപയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ ടീമായിട്ടാണ് വന്നെങ്കിൽ അവിടെ പോയിട്ട് 3000 രൂപ അടച്ചിട്ട് നമുക്ക് അവിടെ നിന്നൊരു ജീപ്പ് തരും. അതിൽ നമ്മൾ പോവുക. അതല്ല നമ്മൾ 2-3 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ DTPCൻ്റെ ഓഫീസിൽ പോയി പറയുക, പിന്നെ നമ്മൾ ഷെയർ ചെയ്ത് പോകാനാണ് വന്നതെന്ന് പറയുക. അപ്പോൾ അതിനുള്ള വേറെ ആൾക്കാർ വരുമ്പോൾ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് ജീപ്പിൽ പോകാൻ പറ്റും. ഏകദേശം ഒരു 10 കിലോമീറ്ററിന് മുകളിൽ നല്ല ഓഫ് റോഡിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇതിൽ രാവിലെ എഴുന്നേറ്റ് പോകണമെന്നൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഒരു 9 മണിയായ ഇവിടെ ചെന്നു, നമുക്കിപ്പം പോകണമെന്ന് തോന്നി, അപ്പോൾ നമ്മൾ ഓഫീസിൽ പോയി പൈസ അടച്ച് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ കുളക്കമലയിലെ ദൃശ്യങ്ങളാണ് കേട്ടോ കാണുന്നത്. ഇത് കുളക്കമല വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. മഞ്ഞ് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഓർത്ത് നമുക്ക് ഇതിൻ്റെ സൈറ്റ് കിട്ടില്ലെന്നാണ്. കാരണം കേരള സൈഡ് ഫുള്ള് നല്ല കട്ട മഞ്ഞായിരുന്നു. ഏകദേശം ഇവിടെ ഇപ്പോൾ തെളിഞ്ഞ് കിടപ്പുണ്ട്. ഈ ഭാഗമല്ലേ, ഈ ഭാഗത്താണ് നമ്മൾ പിന്നെ മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലം. അതായത് നമ്മൾ മുകളിലും മഞ്ഞ് താഴേക്കായിട്ട് നമ്മൾ പല ഫോട്ടോസുകളിലൊക്കെ കാണില്ലേ, ആ സ്ഥലമാണ് കേട്ടോ ഇത്. ഇതിന് തൊട്ട് താഴെയുള്ള പ്രദേശം തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് ഭാഗങ്ങളാണ്. കമ്പം തേനി ഭാഗമാണ് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല. ഇനി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പുലിയുടെ മുകളിൽ പാറയില്ലേ, അത് നമുക്ക് കാണാൻ വേണ്ടി പോവാം. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളാട്ടോ അത്. ഈ പാറയുടെ ഈ ആംഗിളിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു മുഖം നമുക്ക് ദൃശ്യമാവുള്ളൂ. ഈ പുലിപ്പാറ അന്വേഷിച്ച് വേറെ കുറച്ച് ടീംസ് താഴേക്ക് പോയിട്ടുണ്ട്, കാട്ടിലേക്ക് പോയിട്ടുണ്ട്. കാരണം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഉണ്ടോ, മഞ്ഞുണ്ട് ഇവിടെ, ചെറിയ മഞ്ഞാണ്. ഈ പാറയുടെ മോൾഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, മഞ്ഞ് വരുന്നുണ്ട്. ഇത് ശരിക്കും സൺറൈസൊക്കെയാണ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ എത്തണം. അല്ലെങ്കിൽ ഇവിടെ കൂടുക എന്തെങ്കിലും ചെയ്യാം. ഇതേപോലത്തെ ഐഡിയപരമായ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നേരത്തെ പോയ ടീംസാണ് വഴി തെറ്റിയിട്ട് തിരിച്ചു വരിക.